നിങ്ങൾക്കറിയാം, ഈ വേദപുസ്തകം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദൈവം കണ്ട ഒരു മനുഷ്യന്റെ ചരിത്ര. തെറ്റിദ്ധരിക്കരുത്. ഉൽപ്പത്തി 12 മുതൽ വെളിപ്പാട് 22 വരെയുള്ള 66 പുസ്തകത്തിലെ 11 അധ്യായം ഒഴിച്ച് ബാക്കിയെല്ലാം ഒരു മനുഷ്യന്റെ കുടുംബചരിത്ര. സ്തോത്രം. ഒറ്റ മനുഷ്യന്റെ കുടുംബയോഗമാണ്. ആരാന്നറിയാമോ? അക്കാലത്തെ ഏറ്റവും വലിയ സംസ്കാര സമ്പന്നമായിരുന്ന അന്നത്തെ ടിൻ സിറ്റി. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ഇന്നത്തെ ടിൻ സിറ്റിയാണ് നിങ്ങളിപ്പോൾ പാർക്കുന്ന ഹൈദരാബാദ്. പക്ഷെ അന്നത്തെ ടിൻ സിറ്റി എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയയിലെ ഊറായിരുന്നു. സംസ്കാരങ്ങളുടെ ഉറവിടം. അന്നത്തെ ഏറ്റവും വലിയ ടെക്നോളജി എന്ന് പറയുന്നത് മണ്ണ് കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കി വീട് പണിയാൻ പഠിച്ചൊരു കാലം. ഇന്നത്തെ പുരോഗമനം നമ്മൾ ചന്ദ്രനെ വിട്ട കാലമാണ്. പക്ഷെ അന്നത്തെ ടെക്നോളജി മണ്ണ് കൊണ്ട് ഇഷ്ടിക ചുട്ട് ആകാശം വരെ മുട്ടുന്ന വീട് പണിയാൻ പഠിച്ച കാലം. കല്ലും ഇരുമ്പും ഉപയോഗിച്ച് ആയുധം പണിയാൻ പഠിച്ച കാലം. പ്രൈസ് ദി ലോർഡ്. ആ കാലത്തെ സംസ്കാരങ്ങളുടെ ഉറവിടമായ മെസപ്പൊട്ടോമിയയിൽ വിഗ്രഹങ്ങളുടെ നടുവിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു. ആ മനുഷ്യന്റെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി പതിഞ്ഞപ്പോൾ അവനെ ഒരൊറ്റ വിളി, അബ്രാമേ, ഞാൻ നിന്നെ ഒരു ദേശം കാണിക്കാൻ പോകുകയാ, നീ ഇപ്പൊ പുറപ്പെടണം എന്ന് പറഞ്ഞ് അവനെ പുറപ്പെടുവിച്ചത് മുതലുള്ള ചരിത്രമാ ഉൽപ്പത്തി 12 മുതൽ. സ്തോത്രം. അതിനു മുമ്പുള്ള ചരിത്രം കേൾക്കണ്ടേ? 2500 വർഷത്തെ ചരിത്രം, 2.5 സഹസ്രാബ്ദങ്ങളിലെ ചരിത്രം 11 അധ്യായത്തിൽ ഒതുക്കി. സ്തോത്രം. ദൂതൻ എങ്ങനെ വീണു, ഭൂമി എങ്ങനെ വെള്ളത്തിൽ മൂടി, ഭൂമിയെ എങ്ങനെ റിക്രിയേഷൻ ചെയ്തു, അതിനകത്ത് മനുഷ്യനെ പാർക്കാൻ എങ്ങനെ സൗകര്യം ഉണ്ടാക്കി, ഇരുളെങ്ങനെ മാറി, വെളിച്ചം എങ്ങനെ ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. കടലിൽ മത്സ്യം എങ്ങനെ ഉണ്ടായി, കരയ്ക്ക് ജീവികൾ എങ്ങനെ ഉണ്ടായി, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, ആ മനുഷ്യന് ഭാര്യ എങ്ങനെ ഉണ്ടായി, അവൻ എപ്പോൾ പാപം ചെയ്തു, അവൻ എങ്ങനെ വീണു. പ്രൈസ് ദി ലോർഡ്. അവന്റെ തലമുറയെ എങ്ങനെ ദൈവം നോഗയുടെ കാലത്ത് ന്യായം വിധിച്ചു. പിന്നെ നോഗയുടെ കാലത്ത് 8 പേരുടെ വർധനവ്. അവരങ്ങ് സീനാർ ദേശത്ത് വന്നൊരു വലിയ ഗോപുരം പണിതു. പാഷ കലക്കി ചിതറിക്കുന്നത് വരെയുള്ള 2500 വർഷത്തെ ചരിത്രം 11-ാം അധ്യായത്തിൽ തിരശീലയിട്ട് അടച്ചു. സ്തോത്രം. 12 ഒരു മനുഷ്യന്റെ ചരിത്രം തുടങ്ങി. എന്നിട്ട് യേശുക്രിസ്തുവിന്റെ വംശാവലി എഴുതിയപ്പോൾ മത്തായിയെ വിളിച്ചു പറഞ്ഞു, എഴുതുന്നത് കൊള്ളാം, ഞാൻ തിരശീലയിട്ട് അടച്ചവന്റെ ഒന്നും പേര് വെക്കല്ലേ. നീ പേര് വെക്കുമ്പോൾ അബ്രഹാമിന്റെ സന്തതിയായ, ദാവീദിന്റെ സന്തതിയായ യേശുക്രിസ്തുവിന്റെ വംശാവലി എഴുതിക്കോണം. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല? ഹലോ. ഞാൻ തിരശീലയിട്ട് അടച്ച ഭാഗം നീ എന്നെ എടുക്കല്ല. അത് ഞാൻ 11-ാം അധ്യായത്തിൽ തിരശീലയിട്ടു. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. 12 ഞാൻ എൻ്റെ ദൃഷ്ടി പതിഞ്ഞവനെ വിളിച്ചല്ലോ, അവന്റെ സന്തതിയായി, ദാവീദിന്റെ സന്തതിയായി യേശുക്രിസ്തുവിന്റെ വംശാവലി കുറിക്കാൻ പറഞ്ഞെങ്കിൽ ഇന്ന് രാവിലെ ഒരു ചരിത്രത്തെ മാറ്റിയിട്ട് മറ്റൊരു ചരിത്രം ഒരു മനുഷ്യനെ തുടങ്ങിയെങ്കിൽ ഇന്ന് പകൽ നിന്റെ മേൽ ആ ദൃഷ്ടി ഒന്ന് പതിഞ്ഞാൽ വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവൂ. നിന്റെ തലമുറയുടെ മേൽ ആ ദൃഷ്ടി ഒന്ന് പതിഞ്ഞാൽ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഒരു നിമിഷം ചേർന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. ഏതാണ്ട് BC 1450 പിറന്ന ഈ മനുഷ്യന്റെ 4-ാം തലമുറക്കാരനെ 80-ാമത്തെ വയസ്സിൽ ദൈവം കണ്ടിട്ട് വിളിച്ചോണ്ട് സീനായി കൊണ്ടുപോയി പറഞ്ഞു, മോനെ, മുൻകാല ചരിത്രം ഞാൻ നിന്നെ എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കാണിച്ചെഴുതിയതാ 11-ാം അധ്യായം. ഹലോ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഏതാണ്ട് BC 1450 ഒരു ഷോർട്ടായിട്ട് അത്രയും കാര്യം കാണിച്ചിട്ട്
പിന്നീട് ആ മനുഷ്യൻ്റെ തലമുറയിലൂടെ ചെയ്ത വലിയ അത്ഭുതങ്ങൾ, ഞാൻ അവിടോട്ടെങ്ങും നിൽക്കുന്നില്ല. അങ്ങനെ ആ തലമുറ ഇസഹാക്കിലൂടെ, യാക്കോബിലൂടെ, മോശയിലൂടെ ആ വാഗ്ദത്ത കനാനിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് വന്ന വഴിയിൽ അവരെ വഴി നടത്തിയ മോശയും, പിന്നത്തേത് വസ്തു മനോഹര ദേശത്ത് അളവുനൂല് പിടിച്ച് അളവുനൂല് അളന്നു കൊടുത്ത യോശുവയും ഒക്കെ പോയ ശേഷം ന്യായാധിപന്മാർ ദേശത്തെ ഭരിച്ചൊരു കാലഘട്ടം. ആ ന്യായാധിപന്മാരുടെ കാലത്ത് ഈ ഇസ്രായേൽ മക്കൾ വിടുവിച്ച ദൈവത്തെ മറന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. നമ്മുടെ അതേ സ്വഭാവമായിരുന്നു ഇസ്രായേൽ മക്കൾ. കോവിഡ് വന്നപ്പോൾ നമ്മളൊക്കെ മാനസാന്തരപ്പെട്ടു. കോവിഡ് പോയപ്പോൾ നമ്മളെല്ലാം പഴയ സ്ഥിതിയിലായി. നിങ്ങൾ മിണ്ടുന്നേ. ഹലോ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന്റെ ഒരു പ്രത്യേകതയുണ്ട്. പ്രശ്നം വരുമ്പോൾ കരയും. അവരവരുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ വിടുവിച്ചു. വിടുതലെല്ലാം കിട്ടി 4 മാസം കഴിയുമ്പോൾ അവർ പിന്നെയും പഴയ പടിയാവും. അപ്പൊ തമ്പുരാൻ പിന്നെയും അവരെ കഷ്ടതയെ കൊണ്ടു. അവരന്നേരം ദൈവത്തോട് നിലവിളിക്കും. ദൈവം അന്നേരം അവരെ വിടും. ദൈവത്തിൻ്റെ ഒരു ബലഹീനത എന്ന് പറഞ്ഞ പദം തെറ്റാണ്, പിൻവലിച്ചേക്കണം. ബാക്കിയെല്ലാം ദൈവം സഹിക്കുകയും ദൈവമക്കളുടെ കണ്ണുനീര് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് ആരെങ്കിലും നിലവിളിച്ചെങ്കിൽ അന്നേരം മനസ്സലിഞ്ഞിട്ട് ദൈവം ആ തീരുമാനമൊക്കെ മാറ്റും. സ്തോത്രം. അവരെ പിന്നെയും ദൈവം അനുഗ്രഹിക്കും. അങ്ങനെ അനുഗ്രഹിച്ച ജനം ദൈവത്തിൽ നകന്നപ്പോൾ ഈ പ്രാവശ്യം ഇച്ചിരി കഠിനമായിട്ട് ദൈവം ജനത്തെ മിഥ്യാന്റെ കയ്യിലേൽപ്പിച്ചു. മിഥ്യാന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ജനത്തിന് ഒരു നന്മയും വിളയാൻ അവൻ അനുവദിച്ചില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഏതെങ്കിലും ഒരു നന്മ വിതച്ചാൽ വിതയ്ക്കുന്നത് കിളുക്കുന്നതിന് മുമ്പ് അവൻ നശിപ്പിക്കും. അഥവാ അവൻ്റെ കണ്ണിപ്പെടാതെ വളർന്ന് ഫലമായെങ്കിൽ ഫലം കൊയ്യും മുമ്പേ അവൻ കൊയ്തുകൊണ്ട് പോകും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ മിഥ്യാന്യർ ഇസ്രായേലിൻ്റെ മേൽ ആധിക്യം പ്രാപിച്ചപ്പോൾ ഇസ്രായേൽ ഒരു കാര്യം ചെയ്തു. 6-ന്റെ 6ഉം 7ഉം വാക്യം. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ 2 പ്രാവശ്യം ഒരു വാക്യം എഴുതിയേക്കാണ്. മിദ്യാന്യരുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ. എല്ലാരും പറഞ്ഞേ. അപ്പൊ നിലവിളിക്കാൻ തമ്പുരാൻ ഒരു നിമിത്തം ഉണ്ടാക്കി. എൻ്റെ കൂടെ വരണ എല്ലാവരോടും ദൂത് പറയും. ഇറങ്ങി വന്ന് പറയാൻ സമയമില്ലാത്ത കൊണ്ട് ഇവിടെ നിന്ന് പറയും, ഏറ്റെടുത്തോണം. സ്തോത്രം. അടിച്ചടുത്ത കോട്ടിലോട്ട് വിടരുത്, അവരോരേറ്റെടുത്തോണം. പ്രൈസ് ദി ലോർഡ്. നിലവിളിച്ചു. അതിന് ദൈവം ഒരു നിമിത്തമുണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. പലരും ദൈവത്തിൽ നിന്ന് അകന്നത് കൊണ്ടാണ് കരയാനുള്ള പല നിമിത്തം ഉണ്ടായേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഞാൻ ആ പദം ആവർത്തിച്ചു പറയുന്നു. പലരും ദൈവത്തിൽ നിന്ന് അകന്നത് കൊണ്ടാണ് ഇപ്പം കരയാൻ ദൈവം ഓരോ നിമിത്തങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത്. നിമിത്തം വരുമ്പോൾ നീ ഗോപാലൻ്റെ കൂടോത്രമാണെന്നോ ഇസ്മായിലിൻ്റെ ആഭിചാരമാണെന്നോ 4-ാം വേദക്കാരൻ്റെ കെട്ടാന്നോ പറഞ്ഞ് നീ വിഷയത്തെ തള്ളിവിടാതെ നിന്നിലേക്ക് നോക്കണം. എവിടെയാണ് ഈ പ്രശ്നത്തിൻ്റെ കാതലായ താഴ്വേരെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് നീ യഥാസ്ഥാനപ്പെടണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പൊ ഈ നിമിത്തമുണ്ടായ കരച്ചിലിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ ഞാനതാ പറഞ്ഞത്, ദൈവത്തിന് എപ്പോഴും ഒന്ന് വലിയ വിഷയമാണ്. എന്ന് പറഞ്ഞാൽ എന്താ പാസ്റ്റർ എന്ന് ചോദിച്ചാൽ പറയാം, 99 കൂട്ടിലുള്ള ആടല്ല ദൈവത്തിന് വിഷയം, കാണാതെ പോയ ഒരാടാ ദൈവത്തിന് വിഷയം. നല്ല വിലയുള്ള ഡയമണ്ട് സഹിതമുള്ള 9 ദ്രഹ്മയല്ല കർത്താവിന് വിഷയം, പോയ ഒന്നാ ദൈവത്തിന് വിഷയം. വീട്ടിൽ മാനം മര്യാദയ്ക്ക് അപ്പൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ചെറുക്കനല്ല ദൈവത്തിന് വിഷയം, പന്നിക്കൂട്ടി പോയ ഒന്നാ വിഷയം.
പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? 7 പിള്ളേർ നല്ല ലെവലിൽ ആ ശൗമേലിന്റെ കൈക്കീഴെ ഇങ്ങനെ അഭിഷേകം പ്രാപിക്കാൻ നിൽക്കുന്ന അവരല്ല ദൈവത്തിന് വിഷയം കാട്ടിക്കിടക്കുന്ന ഒന്നാ ദൈവത്തിന് വിഷയം. സ്തോത്രം പറയണം. ഹല്ലേലൂയ. വീട്ടിൽ ഉള്ള ചെറുക്കന്മാരല്ല വിഷയം, എരികോവിൽ മുറിവേറ്റി കിടക്കുന്ന ഒരുത്തന വിഷയം. ഇന്ന് പകൽക്കാലവും ഒന്നിൻ്റെ മേൽ ദൈവത്തിന് ദൃഷ്ടിയുണ്ട്. ഈ ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കും മുമ്പേ ദൈവം നോക്കുന്ന ആ ഒന്ന് ഞാനായിരിക്കണം, എൻ്റെ തലമുറയിൽ ഒന്നിനെ ആയിരിക്കണം എന്ന് കൊതിക്കുന്നവരിവിടെ ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് പകൽ ആ ഒന്ന്, കാണാതെ പോയ ഒന്ന്, അകന്നു പോയ ഒന്ന്, തകർന്നു പോയ ഒന്നിനെ ദൃഷ്ടി വെക്കുന്ന ദൈവം. നോക്കിക്കേ, ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ജനം നിലവിളിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഒരു യൗവനക്കാരൻ തീരുമാനിച്ചു, ഞാൻ വിതച്ചതാണെങ്കിൽ എൻ്റെ നന്മ മിഥ്യാന്യരെ അപഹരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അത് വ്യക്തിപരമായ തീരുമാനമാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നത്, അതെന്നോ തീരുമാനമാ? വ്യക്തിപരമായ തീരുമാനം. നീ ആ തീരുമാനിക്കേണ്ടത് നിന്റേത് ശത്രുവിൻ്റെ കയ്യിൽ പോണോ വേണ്ടായോ എന്ന്. പ്രൈസ് ദി ലോർഡ്. അതിനെന്താ ഈ മനുഷ്യൻ ചെയ്ത മാർഗം? രാപകൽ കാവൽ നിന്നിട്ട് മിഥ്യാൻ വന്ന് അപഹരിക്കാൻ സാധ്യതയുള്ളതിൻ്റെ തലേ ദിവസം, അപഹരിച്ച് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അല്ല, അപഹരിക്കാൻ സാധ്യതയുള്ളതിൻ്റെ തലേ ദിവസം അവൻ ആ നന്മ കൊയ്ത് ശത്രു കാണാതെ മറ്റൊരു മറവിടത്തിൽ കൊണ്ടുപോയി. ആ മറവിടത്തിൽ കൊണ്ടുപോയി അവനത് ഒരു മുന്തിരിച്ചക്കിന് മറച്ചിട്ടിട്ട് മെതിക്കുക. ഇതെല്ലാം അവൻ കാണാതെ ഒരാൾ കണ്ടുകൊണ്ടിരിക്കുക. ആ വാക്യം നിങ്ങൾ വായിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 11ാമത്തെ വാക്യം. നോക്കിയേ, ഈ കാര്യമെല്ലാം ചെയ്യുമ്പോൾ ഇവൻ കാണാമറയത്ത് ഒരു കരുവേലകത്തിന്റെ ചുവട്ടിരുന്നു കൊണ്ട് ഇവന്റെ ചെയ്തികളെല്ലാം ഒരാൾ ശ്രദ്ധിക്കുക. എൻ്റെ കൂടാണോ എല്ലാവരും? ഇന്ന് പകലും അവനിവിടെ ഉണ്ടെന്നേ. നിങ്ങൾ ശ്രദ്ധിച്ചാലേ അവനെ കാണത്തുള്ളൂ. ഈ ഗിദെയോൻ ഇവനെ കാണുന്നേ ഇല്ല. സ്തോത്രം. മിഥ്യാന്യർ ഗിദെയോനെ കാണുന്നുണ്ടോ നമുക്കറിയത്തില്ല. പക്ഷെ ഒരുത്തൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ഒരു കരിവേലകത്തിന് ചോട്ടി വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവൻ കൊയ്യുന്നു, ഇവൻ കറ്റ കെട്ടുന്നു, ചുമന്നുകൊണ്ട് പോകുന്നു, മുന്തിരിച്ചക്കിന് മറച്ചിടുന്നു, ഇവൻ മെതിക്കുമ്പോൾ ശത്രു വരുന്നു, നോക്കുന്നു. ഇതെല്ലാം ഒരാൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ആരാന്നറിയാമോ? ദൈവത്തിൻ്റെ ദൂതൻ. സ്തോത്രം പറയണം. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ എല്ലാം മുഖം TV പതിയണമെന്നില്ല, നിങ്ങളെ എല്ലാവരെയും PC ചെറിയാൻ്റെ കണ്ണ് കാണണമെന്നില്ല. പക്ഷേ നന്മ ശത്രു അപഹരിക്കാതെ സൂക്ഷിക്കുന്നവനെ നോക്കുന്ന 2 കണ്ണുകളുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കണം, അവനമായിരിക്കരുത്. നിന്റെ ചലനങ്ങളെ ശ്രദ്ധിക്കുന്ന, നിന്റെ നിയോഗങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സ്വർഗം ഇന്ന് പകൽ ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രശ്നം നിങ്ങൾ അറിയണം. ഈ മിഥ്യാന്യർ ഇസ്രായേലിന്റെ അപ്പമെന്ന കോൽ ഒടിച്ചു കളഞ്ഞേക്കുക. എല്ലാവരും എൻ്റെ കൂടെ ആണോ? എന്താ അവൻ ചെയ്തേക്കുന്നേ? ജനവും അവന്റെ തലമുറയും അനുഭവിക്കേണ്ട അപ്പമെന്ന കോൽ ഒടിച്ചു. ഇത് കണ്ടിട്ട് എല്ലാവരും പ്രശ്നമില്ലാതെ ഇങ്ങനെ ശാന്തമായിട്ട് പോകുകയാ. പക്ഷെ ഒരുത്തൻ തീരുമാനിച്ചു, അവൻ ഒടിച്ചടത്ത് ഞാൻ പണി തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് 1,00,000 പേര് വേണ്ട, അതിന് 30,000 പേര് വേണ്ട, അതിന് 10,000 പേര് വേണ്ട. ദൈവത്തിന് ഒരാളെ മതി. ഇന്ന് പകൽ അല്ലെ ആത്മീക മൂല്യച്യുതി സംഭവിച്ചിരിക്കുമ്പോൾ, പല അനുഗ്രഹങ്ങളും ശത്രു അപഹരിക്കുമ്പോൾ, ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി പൊരുതുവാൻ കരുത്തുള്ള ഒരുത്തനെ ഇവിടെ ദൈവം നോക്കുകയാ. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ചിലരുടെ മേൽ ഒരു നിയോഗത്തിന്റെ അധികാരം പകരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവര് മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് ഈ പകൽ ദൈവത്തെ സ്തുതിച്ച് ദൈവം ഒരുവനെ ശ്രദ്ധിക്കുകയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
Praise the Lord. ഈ തൊട്ടു പുറകിലത്തെ അധ്യായത്തില് ദെബോറ പാടുന്ന ഒരു പാട്ടിന്റെ ഒരു ലൈൻ എല്ലാം പറയാൻ സമയമില്ല, നമുക്ക് ഈ മെസ്സേജ് പറയണമല്ലോ. അതിന്റെ 5-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ന്യായാധിപന്മാർ 5:20. ഒരു വാക്ക് ശ്രദ്ധിക്കണേ. ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ പൊരുതു, അവ സീസരയുമായി സ്വഗതികളിൽ പൊരുതു. ഞാൻ നോക്കിയാട്ടെ അവിടെ വായിച്ചാൽ നമുക്കൊന്നും പിടികിട്ടത്തില്ല. ഇവിടെ നോക്കിയേ, ന്യായാധിപന്മാരെല്ലാം ഒതുങ്ങി പെരയ്ക്കകത്ത് കയറി പാത്തിരുന്നപ്പോൾ കൃപയുള്ളൊരു പെങ്കൊച്ചിനെ, മക്കളെ ശ്രദ്ധിക്കണം, ഇവിടെ കൃപയുള്ളൊരു പെങ്കൊച്ചിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല, പക്ഷെ അവക്ക് പ്രാർത്ഥിക്കാൻ അറിയാം. പക്ഷെ പ്രാർത്ഥിക്കാൻ ഇതുപോലെ AC സംവിധാനം ചെയ്ത ഹോൾ അവക്കില്ല. സ്തോത്രം. ലീഡ് ചെയ്യാൻ പാസ്റ്റർ ഇല്ല, ബലപ്പെടുത്താൻ ഗസ്റ്റ് പാസ്റ്റർ ഇല്ല. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. പക്ഷെ അവൾ ഒരു ഈന്തപ്പനയുടെ ചോട്ടിലോട്ട് പോയിരുന്നുകൊണ്ട് ഒറ്റയ്ക്ക് അങ്ങോട്ട് രക്തം ജയമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൾ പ്രാർത്ഥിച്ചപ്പോൾ അവക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ ഇറങ്ങി. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. മനുഷ്യർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത മേഖലയിൽ സ്വർഗത്തിന്റെ ദൂതന്മാരിറങ്ങി അവക്ക് വേണ്ടി സീസരയോട് യുദ്ധം ചെയ്തു. ഇന്നുപോലെ വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവൂ. കരയാൻ ഒരു കൊച്ചുണ്ടെങ്കിൽ, ഉപവസിക്കാൻ ഒരാളുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ദൈവമുണ്ട്. ഓ സീസറെ ആരാ? 6000 ഇരുമ്പ് രഥമുള്ളവൻ. ചെറിയ സൈന്യമല്ല. ഇപ്പോഴത്തെ ഗസയില് ഉണ്ടായിരുന്ന ഗമാസ് 5000 അങ്ങോട്ട് വിട്ടുള്ളൂ. ഹലോ, ഇവൻ 6000 ഉണ്ടച്ചാ. അപ്പൊ കെമാസിനുള്ളതിനെക്കാട്ടി കൂടുതൽ സക്കറി അന്ന് സീസറയ്ക്കുണ്ട്. ആര് യുദ്ധം ചെയ്യും? യുദ്ധം ചെയ്യാൻ ഇസ്രായേലിൽ ആളില്ല. ഒരായുധം ഉണ്ടാക്കുന്ന കൊല്ലനെ കാണാനില്ല. ഉണ്ടായിരുന്ന കൊല്ലന്മാരെല്ലാം പേടിച്ച് പെരയ്ക്കകത്ത് ഒതുങ്ങിയേക്കുക. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ഒരു കൊച്ചു ദൈവസന്നിധി മുട്ടുമടക്കി ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ കൂടാരമില്ല, പ്രാർത്ഥിക്കാൻ ഒരാലയമില്ല. പക്ഷെ ഒരു ഈന്തപ്പനെ അവളെ കണ്ടെത്തി. അതിന്റെ ചുവട്ടി മുഴങ്കാലി മടക്കി കരയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഇങ്ങോട്ട് ഇറങ്ങി. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ ഇറങ്ങി 6000 ഇരുമ്പ് രഥമുള്ള സീസറയോട് പൊരുതിയെങ്കിൽ ഇന്ന് പകൽ ഒരുത്തൻ എഴുന്നേറ്റാൽ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ, വെല്ലുവിളിച്ച് നിൽക്കുന്ന പൈശാചിക പോരുകളുടെ മുമ്പിൽ ഉപവസിക്കാനും കരയാനും പ്രാർത്ഥിക്കാനും ഒരുത്തൻ എഴുന്നേറ്റാൽ പോരാ. ഇന്ന് രാവിലെ ജനം ആ വിടുതൽ ഏറ്റെടുക്കണം. നിന്നിൽ നിന്ന് ഒരുത്തൻ പുറത്തു വരട്ടെ. നിന്റെ സഭയിൽ നിന്ന് ഒരുത്തൻ പുറത്തു വരട്ടെ. നിന്റെ കുടുംബത്തിൽ നിന്ന് ഒരുത്തി പുറത്തു വരട്ടെ. ജീവ രമന രഗത രൗഡേ റിബലേ ഹർസൂരേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് 3 മണിയായപ്പോ എന്നെ ഉണർത്തി. ദൈവം പറഞ്ഞു, ഇന്ന് പകൽ ഞാൻ കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന്, ആൾക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന് എനിക്ക് വേണ്ടി നിൽക്കാൻ ഒന്നിനെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ഞാൻ വെറുതെ മെസ്സേജ് പറയാൻ വന്നതല്ല. ഇന്ന് പകൽ ഒരു വെളിപ്പാടിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുന്നത്. നിന്നെ ബലപ്പെടുത്താൻ ഇന്ന് പകൽ ഒരു ദൂതൻ ഇറങ്ങാൻ പോകുകയാ. നിന്റെ ഇരിപ്പും നിന്റെ നിൽപ്പും നിന്റെ സ്തുതിയും നിന്റെ സ്തോത്രവും എല്ലാം ശ്രദ്ധിക്കുന്ന ഒരു ദൂതൻ ഇവിടെ വന്നിട്ടുണ്ട്. ഏറ്റെടുക്കുന്നവര് മാത്രമേ ആരാധിക്കാവുള്ളൂ. ചിലതിനെ വേർതിരിക്കാൻ Hallelujah. Praise the Lord. Praise the Lord. അപ്പൊ നോക്കിക്കേ, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി. അവിടെ പണിയൊന്നുമില്ല, എന്നാ പിന്നെ ഭൂമിയിൽ പോയി കുറച്ചു നേരം മെനക്കെട്ടിരിക്കാന്ന് പറഞ്ഞ് വന്നേക്കല്ല.
സ്വർഗം പറഞ്ഞിറങ്ങിച്ചെല്ലടാ. ദേ മിഥ്യാന്യർ പ്രബലപ്പെട്ടിടത്ത് ഒരുത്തന്റെ മേൽ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. നീ ഒന്ന് ശ്രദ്ധിച്ചേ അവനെ. ദൂതൻ ശ്രദ്ധിച്ചപ്പോൾ ഇവൻ കൊയ്യുന്നു, ഇവൻ ചുമക്കുന്നു, ഒരു മറപടത്തിൽ മറച്ചിടുന്നു, ഇവൻ മെതിക്കുന്നു. ഇതെല്ലാം കണ്ടോണ്ട് ദൂതനിരിക്കുക. അപ്പൊ തന്നെ ദൈവം മറ്റൊരു കാര്യം ചെയ്തു. അതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഒരു പ്രവാചകനെ ഇസ്രായേൽ മക്കൾ അടുക്കൽ അയച്ചു. ദൂതൻ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുമ്പോ തന്നെ മറുഭാഗത്ത് ജനത്തെ ഒന്ന് ബലപ്പെടുത്താൻ ദൈവാലോചനയുമായിട്ട് ആരെ അയച്ചു? ഒരു പ്രവാചകനെ ദൈവം അയച്ചു. വായിച്ചേ. അവൻ അവരോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു, അടിമ വീട്ടിൽ നിന്ന് വന്നു, മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും നിങ്ങളെ പീഡിപ്പിച്ച എല്ലാവരുടെയും കയ്യിൽ നിന്നും ഞാൻ നിങ്ങളെ വിടുവിച്ച് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു. യഹോവ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോര്യരുടെ ദേവന്മാരെ ഭജിക്കരുതെന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു. എന്റെ വാക്ക് കേട്ടില്ല. ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് നോക്കിക്കേ. നിങ്ങളോ പറഞ്ഞ എല്ലാരും കൂടെ എന്റെ വാക്ക് കേട്ടില്ല. അപ്പം ദൈവം ഈ ദൂതനെ വിട്ടങ്ങ് വിടിപ്പിക്കുന്നതിനൊക്കെ മുമ്പേ ഇവർക്കൊരു പാപബോധം വരാൻ ഒരു പ്രവാചകനെ അയച്ചു. പ്രവാചകൻ വന്നൊരു മെസ്സേജ് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞ മെസ്സേജ്, നിങ്ങളെ ഞാൻ വിടുവിച്ചു, മിസ്രയീമിൽ നിന്നും അടിമ വീട്ടിൽ നിന്നും വിടുവിച്ചു, ഈ ദേശത്ത് നിങ്ങളെ കൊണ്ടുവന്നു. സ്തോത്രം പറയണം. ഈ ദേശം നിങ്ങൾക്ക് ഞാൻ തന്നു, പക്ഷെ നിങ്ങൾ എന്നെ മറന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തെ മറന്നു. നമ്മൾ ദൈവത്തെ മറന്നു. എബ്രായ ലേഖനം എഴുതാനുള്ള കാര്യം എന്നാണെന്നറിയാം. പ്രമട്രസ് വെക്കാതെ പൗലോസ് എഴുതി. ബാക്കി എല്ലാ ലേഖനവും പൗലോസ് പ്രമട്രസ് വെച്ചു. ഇതിന് മാത്രം എന്ത് വെച്ചില്ല? പ്രമട്രസ് വെച്ചില്ല. കാരണം എഴുത്തുകാരൻ ആരാന്ന് പറഞ്ഞാൽ ഇവരെ ട്രാൻസ്ഫർ മേടിച്ചു കൊടുക്കുമെന്ന് പേടിച്ചായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ പറയണം. നിലനിൽപ്പ് നോക്കിയായിരിക്കും പുള്ളി പേര് വെക്കാഞ്ഞ്. എന്നോട് വിഷമിക്കല്ലേ. പക്ഷെ ഇവർക്ക് 22 കൂട്ടം പിന്മാറ്റം ഉണ്ടായി. വീട്ടിൽ പോയി ശാന്തമായിട്ട് വായിച്ചാൽ മതി. എബ്രായ ലേഖനത്തില് എബ്രായ ക്രിസ്ത്യാനിക്ക് 22 കൂട്ടം പിന്മാറ്റം. ഒന്നാമത്തെ പിന്മാറ്റം കേട്ടത് അധിക ശ്രദ്ധയോടെ കരുതിയില്ല. അതുകൊണ്ട് വയ്യമ്പടത്തേക്ക് ഒഴുകിപ്പോയി. ഇതിൽ വല്ലപ്പോഴും ഒന്ന് എഴുതിയേക്കുന്നത്. എൻ്റെ കൂടെ ഒന്ന് വരണേ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ലൈവൊക്കെ ഇല്ലെങ്കിൽ യോഗം കഴിഞ്ഞിറങ്ങുമ്പോൾ പാസ്റ്റർ എന്താ പ്രസംഗിച്ചെന്ന് ചോദിച്ചാൽ പുള്ളി ഏതാണ്ടൊക്കെ പ്രസംഗിച്ചു, എന്തുവാന്ന് എനിക്ക് ഓർമ്മയില്ല, എന്നാലും നല്ല പ്രസംഗമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കേട്ടത് അധികം ശ്രദ്ധയോടെ കേൾക്കാഞ്ഞത് കൊണ്ട് ഒഴുകിപ്പോയി. അതാണ് അവിടെ ഒന്നാമത്തെ പ്രശ്നം. അപ്പം അങ്ങനെയാണ് ഒഴുക്കുന്നൊരു വ്യാപാരമുണ്ട്. എൻ്റെ കൂടെ ആണോ എല്ലാവരും? രണ്ടാമത്തെ അവരുടെ പിന്മാറ്റം, ഇത്ര വലിയ രക്ഷ അവർ ഗണ്യാക്കിയില്ല. എൻ്റെ കൂടെ പറഞ്ഞേ, എന്തോ ചെയ്തില്ല? രക്ഷ ഗണ്യമാക്കാത്ത കൊണ്ടാണ് പാട്ട് പാടുന്ന മോൻ പറയുന്നത്, ഒന്ന് പാടിക്കാട്ടെ, ഒന്ന് കൈയടിച്ചാട്ടെ, പ്രസംഗം വന്ന് അല്ലല്ലോ പറഞ്ഞാട്ടെ എന്നൊക്കെ പറയുന്നതിന് കാരണം എന്നാണെന്നറിയാമോ? രക്ഷ പറഞ്ഞ എല്ലാവരും എന്തോ ചെയ്തില്ല? ഗണ്യമാക്കിയില്ല. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ അവരുടെ പിന്മാറ്റം, അവരെ ശുദ്ധീകരിച്ച രക്തത്തെ അവര് മലിനമെന്നെണ്ണി. എൻ്റെ കൂടെ ആണോ? പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ അവരുടെ പിന്മാറ്റം, അവരുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെയും അവന്റെ വചനത്തെയും ചവിട്ടിക്കളഞ്ഞു. ഹലോ,
ഇങ്ങനെ വന്ന അഞ്ചാമത്തെ കുറ്റം സഭായോഗം വേണ്ടെന്ന് വെച്ചു. കാരണം വീട്ടിലിരുന്നാലും സഭായോഗം കാണാം, വീട്ടിലെ സഭായോഗം. ഹലോ, ബാക്കി നിങ്ങൾ വായിച്ചാൽ അങ്ങനത്തെ 22 കൂട്ടം പരാജയങ്ങൾ, പിന്മാറ്റങ്ങൾ, പാപങ്ങൾ ജനത്തിന് സംഭവിച്ചപ്പോൾ മനസ്സിലായി യേശു ആരാന്നറിയാത്ത കൊണ്ട് പറ്റിയ കുഴപ്പ. അതിനാ എബ്രായ ലേഖനം എഴുതി, യേശു സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠൻ, യേശു അല്ലെങ്കിൽ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ആലയത്തെക്കാൾ ശ്രേഷ്ഠൻ, യേശു മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ജീവിതത്തിൽ വിളിച്ച ദൈവത്തിന്റെ രക്ഷ മറന്നവനോട് പറയുകയാണ്, രക്ഷിച്ച കർത്താവാണ് ശ്രേഷ്ഠൻ. ഈ പകൽ മനസ്സിലാകുന്നവർ ദൈവത്തെ സ്തുതിക്കണമേ. ഹല്ലേലൂയ. എന്നിട്ട് ഈ സഭായോഗം മുഴക്കിയ പുള്ളികളോട് സഭായോഗത്തിൽ പങ്കെടുത്ത വിശുദ്ധന്മാരുടെ ഒരു പട്ടിക രേഖപ്പെടുത്തി. അവരിപ്പം ഗാലറിയിൽ ഇരിക്കുക. ഹാബേൽ, ഹാനോക്ക്, നോഹ, അബ്രഹാം, സാറ, ഇസഹാക്ക്, യാക്കോബ്, മോശ, ഇങ്ങനെ ഇന്നലെ മുടങ്ങാതെ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച വിശുദ്ധന്മാരെ ഗാലറിയിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, ഇത്ര വലിയ ഒരു സമൂഹം സഭായോഗം ഉഴപ്പുന്ന നമ്മുടെ ചുറ്റും സാക്ഷികളായി നിൽക്കുന്നത് കൊണ്ട് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നമുക്കെന്തൊരു മെച്ചപ്പാടാ 10 പേരെ ആരാധനയ്ക്ക് കൂട്ടാൻ. പക്ഷെ ശ്രദ്ധിച്ചേ, പൗലോസ് എബ്രായൻ പറയാണ്, ദേ ഗാലറിയിൽ ഒരു കൂട്ടം ജനമിരിക്കുന്നു, അവരാരും തോറ്റോരല്ല കേട്ടോ, അവര് ജയിച്ചവരാ. ജയിച്ചവര് ഗാലറി ഇരിക്കുമ്പോൾ ഇന്ന് ഓട്ടക്കളത്തിൽ ഓടുന്ന നീ അവരെ നോക്കി വിശ്വാസത്തിന്റെ നായകനായ, പൂർത്തി വരുത്തുവാൻ ശക്തനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി നിന്റെ മുമ്പിൽ വെച്ച ഓട്ടം ഈ പകൽ സ്ഥിരത ഓടണം. ഏറ്റെടുക്കുന്നവര് മാത്രമേ കരമൊന്നടിച്ച് ദൈവത്തെ സ്തുതിച്ച് നിന്റെ മുമ്പിൽ വെച്ച ഓട്ടം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവര് സഭായോഗത്തിൽ മൊബൈലിനകത്ത് ആരെങ്കിലും ചാറ്റ് ചെയ്യുന്നു നോക്കിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. അവർ സഭായോഗത്തിൽ മെസ്സേജ് അങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അവർ ഏകാഗ്രതയോടെ ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. അതുകൊണ്ട് അവരുടെ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറി. അവരുടെ മുമ്പിൽ സിംഹം വായടച്ചു, അവരുടെ മുമ്പിൽ അഗ്നിയുടെ ബലം കെട്ടു, അവരുടെ മുമ്പിൽ എരിഹോബിന്റെ കോട്ടയിടിഞ്ഞു, അവരുടെ മുമ്പിൽ യോർദാൻ വഴിമാറി, അവരുടെ വാളിന് തെറ്റി. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന് ആവശ്യമുള്ളത് ഒരു പറ്റം ജയിച്ചവരെയാണ്. അല്ല, ജയിക്കാൻ വേണ്ടി ജനിച്ച നിന്നോട് ദൈവാത്മ പറയാണ്, ദൂതൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ പ്രവാചകൻ വന്ന് പ്രവചനം പറഞ്ഞവരെ ഉണർത്തി. എന്തായിരുന്നു പ്രവചനം? നിന്റെ മുമ്പിൽ ഞാനൊരു ചുമന്ന കാറ് കാണുന്നുണ്ട്, അത് BMW ആണെന്നാണ് എന്നെ എഴുതി കാണിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ 3 വട്ടമുള്ളൊരു വണ്ടി കാണുന്നു. സ്തോത്രം. ഹലോ, എന്നാന്നോ പറഞ്ഞേ? അല്ല, നല്ല വെളുത്തൊരു പെങ്കൊച്ചിനെ കാണുന്നുണ്ട്, കല്യാണം ഈ വർഷം 30-ന് മുമ്പ് തന്നെ നടക്കുമെന്നാണ് ഞാൻ. അങ്ങനെ വല്ലാണ് പറഞ്ഞേ? പിന്നെന്താ പറഞ്ഞേ? അടിമ വീട്ടിൽ നിന്ന് നിന്നെ വിടുവിച്ച ദൈവത്തെ നീ മറന്നു. അങ്ങനെ വല്ലോ ഇന്ന് പ്രസംഗിച്ച പണി പോയില്ലേ? അയ്യോ, ഇന്നത്തെ പ്രവചനമല്ലത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്നത്തെ പ്രവചനം വിശ്വാസിയെ സുഖിപ്പിക്കാൻ പറയുന്ന പ്രവചനമാ. പക്ഷെ അന്ന് പ്രവാചകൻ വന്ന് പറഞ്ഞു, നിന്നെ ഞാൻ അടിമ വീട്ടിൽ നിന്ന് വിടുവിച്ചു, നിന്റെ മുമ്പ് ഞാൻ ചെങ്കടൽ വിഭജിച്ചു, നിനക്ക് ഞാൻ പാറയെന്ന് വെള്ളം തന്നു, നിനക്ക് ഞാൻ സ്വർഗത്തിൽ നിന്ന് മഞ്ഞ തന്നു, നിനക്ക് ഞാൻ കാറ്റടിപ്പിച്ച് കാടെ കൊണ്ട് തന്നു, നിനക്ക് ഞാൻ പകലിൽ മേഘസ്തംഭം തന്നു, നിനക്ക് ഞാൻ രാത്രി അഗ്നിത്തൂണ് തന്നു, നിന്റെ ചെരുപ്പ് പഴകിയില്ല, നിന്റെ വസ്ത്രം പഴകിയില്ല, നിന്നെ വാഗ്ദത്ത കനാനി കൊണ്ടുവന്നു, എന്നിട്ടും നീ എന്നെ മറന്നു. ഓ, ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ഹല്ലേലൂയ. ജനത്തിന് പാപബോധം വരുന്ന, ജനത്തിന് അനുതാപം വരുന്ന, ജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുന്ന ദൂത പ്രവാചകൻ പറഞ്ഞേ. ഓ, ഹല്ലേലൂയ.
അല്ലാതെ യൂറോപ്പിലോട്ട് പോകുന്നേ കാണുന്നു, മഞ്ഞ് പെയ്യുന്ന ദേശം കാണുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ധാരണ UK ആണെന്നാ. കാശ്മീരി മഞ്ഞ് പെയ്യുന്നില്ലേ? ഇല്ലേ ചാ? ഹിമാചൽ പ്രദേശ് മഞ്ഞ് പെയ്യുന്നില്ലേ? നമ്മൾ ഉടനെ കാണുന്ന അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ന്യൂസിലൻഡ്. ഹലോ, അയ്യോ പ്രവചനം അതൊന്നുമല്ല. അങ്ങനെ തുറന്ന പൊക്കോണം. നിങ്ങളൊക്കെ പോയാലും ഞങ്ങൾ വരുമ്പോൾ സ്വീകരിക്കാൻ ആളുള്ളല്ലോ, അല്ലേ പാസ്റ്ററെ? പക്ഷെ വന്ന പ്രവാചകൻ പറഞ്ഞേ കേട്ടോ, നിന്നെ ഞാൻ അടിമ വീട്ടിൽ നിന്ന് വിടുവിച്ചു. പിശാച് പാപത്തിന്റെ അടിമ കയറിട്ട് നിന്റെ പെടലേക്ക് വെച്ച് തല ഉയർത്താൻ കഴിയാതെ നിന്റെ കുടുംബത്തെ ശത്രു പാറ്റിക്കൊണ്ടിരുന്നപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് എൻ്റെ രക്തം പകരം കൊടുത്ത് നിന്നെ അടിമ വീട്ടിൽ നിന്ന് വിടുവിച്ചു. ഏറ്റെടുക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഞാൻ നിനക്ക് വേണ്ടി ചെയ്തത് നിന്റെ അടിമ വീട്ടിൽ നിന്ന് നിങ്ങളൊരു പക്ഷേ വിചാരിക്കും ഈ വല്യപ്പൻ ഇങ്ങനെ ഇന്നലെ മിനിഞ്ഞാന്ന് ബാംഗ്ലൂര്, ഇന്നലെ ഇവിടെ ഹൈദരാബാദ്, നാളെ എറണാകുളം ഇങ്ങനെ ഓടുന്നതിന് കാരണം എന്നാന്ന് ചോദിച്ചാൽ അധികം ഇളച്ച് കിട്ടിയോൻ. ബാക്കി നിങ്ങൾ പറ. അധികം ദൈവത്തെ, ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ആഹാരം വിടുതലല്ല എൻ്റെ. ഞാൻ ആകെ ജീവിതത്തിൽ ഒരു കാര്യത്തിലെ ഒന്നാമനായിരുന്നുള്ളൂ, അതാ പാപികൾ ഞാൻ. ബാക്കിയെല്ലാം ഞാൻ വട്ടപൂജയായിരുന്നു. മക്കളെല്ലാം കേൾക്കണം. എൻ്റെ ജീവിതത്തിൽ ആകെ ഒന്നാം സ്ഥാനത്ത് വന്ന ഒറ്റ കാര്യമുള്ളൂ, അത് ഞാൻ ആ പാപികളിൽ. അതുകൊണ്ട് എൻ്റെ പാസ്പോർട്ട് ഈ ഇന്ത്യ ഗവൺമെൻറ് മേടിച്ച് പെരയ്ക്കകത്ത് വെച്ചു. നാട്ടിൽ വെച്ച് കിട്ടാഞ്ഞ് ഭോപ്പാലിൽ ഞാൻ വന്ന് ഒളിവിൽ താമസിക്കുമ്പോൾ അവിടെ വന്ന് മേടിച്ചോണ്ട് പോയി. സ്തോത്രം. എന്നാൽ എന്നെയും ചത്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തൊരു വലിയ അരുവിയുണ്ട്, പെരുന്തേനരുവി. അത് 2 അരുവിയാണ്, ഒന്ന് നാവീണ അരുവിയും ഒന്ന് പെരുന്തേനരുവി. നാവീണ അരുവി വീണ പിന്നെ 7 ദിവസം കഴിഞ്ഞ് ഫയർഫോഴ്സുകാർ പാറക്കിടന്ന് ഇവിടെ നിന്നും വലിച്ചു പൊക്കിയെടുക്കുക. പെരുന്തേനരുവി വീണാൽ രക്ഷപ്പെടാൻ കുറച്ച് സാധ്യതയുണ്ട്. ഞാൻ ആ നാവീണ അരുവിയിലെ വലിയ കയറ്റി വലിയ പാറയുടെ മണ്ടക്ക് എടുത്ത് ചാടി, ചാകാൻ ചാടിയതാണ്. പക്ഷെ ഇപ്പം എന്താ ലൈവായിട്ട് നിൽക്കുകയല്ലേ. അത് പരാജയപ്പെട്ടെന്ന് പറഞ്ഞൊന്നും എൻ്റെ അകത്തെ ആ സൂയിസൈഡ് സിംറ്റം മാറിയില്ല. ഞാൻ 4 കുപ്പി മാരക വിഷം ഒന്നിച്ചൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് ഒന്നിച്ചു കുടിച്ചു. എന്നിട്ട് മെഡിക്കൽ കോളേജിൽ 3 മാസം രക്തം തന്നെ ഛർദ്ദിച്ചുകൊണ്ട് കിടന്നു. പ്രൈസ് ദി ലോർഡ്. ഹലോ, ഇന്ന് 3ാമത്തെ പ്രസംഗം പറയുന്നതിൻ്റെ ആവേശം മനസ്സിലായോ? ഷുഗറൊക്കെ കാര്യമായിട്ട് തന്നെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരു ഷുഗറിനും എൻ്റെ അകത്തെ മനുഷ്യനെ ക്ഷീണിപ്പിക്കാനൊക്കത്തില്ല. അത്ര വീണ്ടെടുപ്പാന്നേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു രാത്രി വീട് വിട്ടങ്ങ് പോയി. വെച്ചിറക്കാർക്കറിയാം. വെച്ചുച്ചിറ കഴിഞ്ഞ് കനകപ്പലം കഴിഞ്ഞ് എരുമേലി കഴിഞ്ഞ് കണ്ണിമല കഴിഞ്ഞ് വെള്ളനാടി കഴിഞ്ഞ് മുണ്ടക്കയം കഴിഞ്ഞ് ചെന്നാപ്പാറ വരെ രാത്രി ഞാനങ്ങ് പോയി. ചെന്നാപ്പാറ ചെന്നപ്പോൾ നേരം വെളുത്തപ്പോൾ എൻ്റെ കാലേ കൂടെ ചോര ഒഴുകുക. അന്ന് എനിക്ക് 15 വയസ്സേ ഉള്ളൂ. അപ്പം ഇവൻ കയറിയിട്ട് കുറേ കാലം ആയതാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഭോപ്പാലിൽ പോയി റെയിൽവേ പാളത്തെ തല വെച്ചു. തല വെച്ച് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയാണ്. പക്ഷെ ഞാൻ ബോധം തെളിയുമ്പോൾ ട്രെയിനകത്തിരിക്കുക എപ്പോഴാണ് കയറിയെന്ന് ഇപ്പോഴും അറിയത്തില്ല. ഒരുത്തനെ കണ്ടാൽ അവനെ കല്ലെ വെച്ച് ഇടിച്ച് ചതച്ചാലും അവൻ ചാകത്തില്ല. അതിന് തെളിവാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. 80 തിരിച്ചു മേടിച്ച പാസ്പോർട്ട് 96-ലാണ് രണ്ടാമത് അപേക്ഷ കൊടുക്കുന്നത്. ദൂതിങ്ങനെ കിടക്കുക. നിന്നെ ഞാൻ കരയും കടലും കടത്തി അന്യജാതിക്കാരുടെ നടുവിൽ അന്യഭാഷക്കാരുടെ നടുവിൽ ഞാൻ 5 ഭൂഖണ്ഡങ്ങളിൽ എൻ്റെ സാക്ഷിയായിട്ട് അയക്കുമെന്നൊക്കെ പറഞ്ഞ് ദൂതിങ്ങനെ കേട്ട് 80 തിരിച്ചു മേടിച്ച പാസ്പോർട്ട് എടുക്കാൻ 96 ചെന്നപ്പോൾ എൻ്റെ പാസ്പോർട്ട് തരത്തില്ല. എനിക്ക് പാസ്പോർട്ട് കിട്ടത്തില്ല. കാരണം പോയ പാസ്പോർട്ട് എന്ത് ചെയ്യുന്ന ആർക്കും അറിയത്തില്ല. അന്ന് അതൊന്നും സൂക്ഷിക്കാനുള്ള കഴിവ് എനിക്കില്ലായിരുന്നു. സ്തോത്രം. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു അഫിഡവിറ്റ് തയ്യാറാക്കിക്കൊണ്ട് വരാനായിട്ട് പറഞ്ഞു, വെളിയിൽ നിൽക്കുന്ന ഏജൻറ്റ്.
അപ്പം ഞാൻ ഓടിപ്പോയി തിരുവനന്തപുരത്തെ ഏറ്റവും നല്ല വക്കീലിനെ കണ്ട് അന്നത്തെ കാലത്ത് 96 5000 രൂപ കൊടുത്ത് അഫിഡവിറ്റ് തയ്യാറാക്കി. അതുകൊണ്ട് പാസ്പോർട്ട് ഓഫീസിൽ കൊടുത്ത് ഫയലെടുത്ത് ഒറ്റ കയറി വെച്ചു. അപ്പോൾ എനിക്ക് കിട്ടുന്നതെന്ന് ഉറപ്പായപ്പോൾ ഞാൻ വെള്ളോട്ടിറങ്ങി. ഏതായാലും പാസ്പോർട്ട് കിട്ടത്തില്ലല്ലോ, അതിന് ഞാൻ 2 വെള്ളപ്പേപ്പർ മേടിച്ച് വെച്ച് എൻ്റെ സാക്ഷി അങ്ങ് എഴുതി. ഇപ്പം നിങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന സാക്ഷി അങ്ങ് എഴുതി 2 വെള്ളപ്പേപ്പർ പൊട്ട മലയാളത്തിൽ. അത് ഈ ബെച്ചുച്ചിറക്കാരുടെ മലയാളമാണ്. ഹലോ, ഞാൻ 2 പേപ്പറിൽ ഈ സാക്ഷി എഴുതി വെച്ചുകൊണ്ട് ഈ പാസ്പോർട്ട് ഓഫീസറുടെ മുന്നിലോട്ട് കൊടുത്തു. അതിൽ ചോദിച്ചു ഇതെന്നാടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ ശരിയായ അഫിഡവിറ്റ് എന്ന് പറഞ്ഞു. ഹലോ, വക്കീൽ എഴുതി അയാളുടെ അഫിഡവിറ്റാണ്, ഞാൻ എഴുതി കൊടുത്ത എൻ്റെ അഫിഡവിറ്റ് അല്ലേ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അയാൾ വായിച്ചപ്പം ബെച്ചൂച്ചിറയെന്ന് വായിച്ചു. അയാൾ ചോദിച്ചു നിൻ്റെ വീട് ബെച്ചൂച്ചിറയാണ്? ഞാൻ പറഞ്ഞു ബെച്ചൂച്ചിറയാ. അപ്പോൾ സെൻറ് തോമസിൽ പഠിച്ചെന്നുണ്ട്. അപ്പം നീ സെൻറ് തോമസിലുണ്ട്? ഞാൻ സെൻറ് തോമസിലാണ് പഠിച്ചത്. അയാൾ പറഞ്ഞു ഞാനും അവിടെ പഠിച്ചത്. നിങ്ങൾ അല്ലേ പറഞ്ഞില്ല പിന്നെ. അപ്പം ഞാൻ ചോദിച്ചു സാറ്, അപ്പം പുള്ളി പറഞ്ഞല്ലോ എന്നായിപ്പോയി, എന്നോടിത് പറഞ്ഞല്ലോ എന്നായിപ്പോയി. അപ്പം എൻ്റെ അപ്പൻ്റെ പെങ്ങൾ ചാത്തുംതിറയിലുണ്ട്. ഞാൻ എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ വീട്ടിൽ നിന്നുകൊണ്ടാണ് 8, 9, 10 സെൻറ് തോമസിൽ പഠിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ 5ാം ക്ലാസ് തൊട്ട് 10 വരെ അവിടെ പഠിച്ചെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി നിന്നു. ഒരു 5 മിനിറ്റ് എന്നെ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ എഴുതിയ ഈ പൊട്ട മലയാളത്തിന് സാക്ഷ്യത്തിന് മണ്ടെങ്കിൽ പച്ചപ്പേന എടുത്ത് എൻ്റെ പാസ്പോർട്ട് അനുവദിക്കുന്ന അങ്ങ് ഒപ്പിട്ടു. ആ പാസ്പോർട്ടിൽ ഞാൻ 47 രാജ്യങ്ങളിൽ പോയി. നിങ്ങൾക്കൊരു അസൂയ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെലിയ പറയുന്ന മടി പോലെ. പ്രൈസ് ദി ലോർഡ്. 5 ഭൂഖണ്ഡങ്ങളിൽ പോയെന്ന് യേശു തന്നെ കർത്താവെന്ന് പ്രസംഗിച്ചെന്ന്. ഇവിടെ വരാൻ ഇച്ചിരി താമസിച്ചെന്നേ ഉള്ളൂ, ഹൈദരാബാദിൽ വരാൻ. ഹലോ, ദൈവം ഒരുവനെ കണ്ടാൽ സ്തോത്രം പറയണം. നിന്നെ മുഴുവൻ വഴിയും പിശാച് അടച്ചാലും, നിനക്കൊരു നിലയിൽ ഉയരാൻ കഴിയത്തില്ലെന്ന് പിശാച് വാദിച്ചാലും, ഇന്ന് പകൽ നിന്റെ ജീവിതത്തിന്റെ കെട്ടുകളെ അഴിച്ചിട്ട് നിന്നെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഏറ്റെടുക്കുന്നവർ മാത്രം ഈ പകൽ ദൈവത്തെ ആരാധിക്കട്ടെ. ആരോടൊക്കെയോ ശക്തമായി ദൈവം ഇടപെടുകയാ. പരാജയത്തെ ജയമാക്കുന്ന, ശൂന്യതയെ മാറ്റാൻ കരുത്തുള്ള ഈ പകൽ ചില കുടുംബങ്ങളുടെ ബന്ധനം അഴിയുകയാ. ചില തലമുറകൾക്ക് വഴി ഓപ്പൺ ആകുകയാ. ചില പരാജയം ജയമാകുകയാ. ഓ ഓ ഓ രക്തത്താലെ ജയം, രക്തത്താലെ ജയം, വചനത്താലെ ജയം, യേശുവിന്റെ ആത്മാവിനാലെ ജയം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, പ്രവാചകൻ വന്ന് ദൂത് പറഞ്ഞിട്ട് ജനത്തിൻ്റെ ഇടയിൽ വലിയ ചലനമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഒരുത്തനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവൻ നന്മ ശത്രു അപകരിക്കാതെ കൊയ്തെടുത്ത് മെതിക്കുമ്പോൾ ഇവൻ്റെ ഓരോ ചലനങ്ങൾ ദൂതൻ ശ്രദ്ധിക്കുക. ഇന്ന് പകൽ ആരെയൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ട്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് ആവർത്തിച്ചു പറയാൻ ദൈവം പറയുന്നു. ആരെയൊക്കെയോ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ്റെ കണ്ണ് ചിലരുടെ മേൽ പതിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു പക്ഷെ നിന്റെ കൊച്ചു കുഞ്ഞായിരിക്കും. ഇന്ന് പകൽ ചിലരുടെ മേൽ അവനെ ദൃഷ്ടി പണിതിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ മൗനമായിരിക്കരുത്. സകല നിലയിലും നിന്നെ പണിതെടുക്കാൻ കഴിയുന്ന 1-2 കണ്ണുകളോ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ഗിദെയോൻ ഇങ്ങനെ മെതിക്കുമ്പോൾ മറഞ്ഞു നിന്നതെല്ലാം കണ്ട ഈ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഇതുവരെ മറഞ്ഞു നിൽക്കുക, പക്ഷെ ഇപ്പം ദൂതൻ എന്ത് ചെയ്തു? പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെ ദൂതനിലേക്ക് വരികയാണ്. പ്രതിസന്ധികളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവദൂതൻ. ഹല്ലേലൂയ പറയണം. ഇതുവരെ അവൻ വെളിപ്പെട്ടില്ല, ഇപ്പോൾ അവൻ പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെട്ടിട്ട് ഒറ്റ വിളിയാണ്. ഇസ്രായേലേ എന്ന് വിളിച്ചില്ല, ഗോത്രങ്ങളെ വിളിച്ചില്ല, ആകെ വിളിച്ചത് ഒറ്റ ഒരുത്തന്റെ പേരാണ്. ഓ, ഹലോ, എന്താ വിളിച്ചത്? അല്ലയോ പരാക്രമശാലിയെ. ഇവനെന്തോ പരാക്രമം ചെയ്തു?
ആ ദെബോറയെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ ഒരു അന്തസ്സുണ്ട്. ഇവൻ എന്തോ പരാക്രമം ചെയ്തു. പ്രൈസലോ. അവളാണെ കൂടാരത്തിൽ വന്നവനെ പാല് കൊടുത്തും വെച്ച് പുതപ്പ് വെച്ച് മണ്ടയ്ക്ക് പുതപ്പിച്ചിട്ട് കുറ്റി അടിച്ച് അവനെ ഒരു പരുവത്തിലാക്കി. ഇവനാകെപ്പാടെ ചെയ്ത് അവൻ്റെ ഗോതമ്പ് കൊയ്തുകൊണ്ട് പോയി മരിച്ചെന്നല്ലാതെ ഇവൻ എന്തോ ചെയ്തു. പക്ഷെ ദൂതൻ വിളിക്കുകയാണ്, അല്ലയോ പരാക്രമശാലിയെ എന്ന് വിളിച്ചിട്ട് ഒറ്റ നോട്ടം. ഓ, സ്വർഗത്തിൻ്റെ കണ്ണ്, വല്യപ്പൻ അബ്രഹാമിൽ പതിഞ്ഞ കണ്ണ് ഈ മനുഷ്യരിലേക്ക് പതിഞ്ഞിട്ട് പറഞ്ഞു, ഈ ബലത്തോടെ പൊക്കോളാൻ പറഞ്ഞു. ഒരലിയ പറയണം, ഇന്ന് പകൽ ദൃഷ്ടി പതിഞ്ഞ നീ മറ്റൊരാളായിട്ട് മാറാൻ പോകുകയാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഇന്ന് പകൽ ഒരു പുതിയ ബലത്തിന്റെ, ഒരു പുതിയ അധികാരത്തിന്റെ, ഒരു പുതിയ ശക്തിയുടെ രക്തത്താലേ ജയം. ഹല്ലേലൂയ. 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 യേശുവിന്റെ നാമത്തിൽ ജയം. യേശുവിന്റെ നാമത്തിൽ ജയം. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ. ഒന്ന് പറഞ്ഞെല്ലാരും. നോക്കിയേ, ഇതിൽ കൂടുതൽ എന്നെ വേണം വെച്ചാ ഈ മനുഷ്യനെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇതൊന്ന് പറയാൻ വേണ്ടി വളരെ സമയം ഇവനെ വാച്ച് ചെയ്തു. അതിവൻ കണ്ടില്ല. ഇവനോട് ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ ഒരു കരുവേലകത്തിന് ചവിട്ടി വന്ന് കുറെ മണിക്കൂറായിട്ട് ഇവനെ ശ്രദ്ധിക്കുക. എല്ലാം ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യം കാണിച്ച നിന്റെ കൂടെ ഞാനുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ നിന്റെ കൂടെ ദൈവമുണ്ട്. ഈ യോഗം കഴിഞ്ഞിറങ്ങിപ്പോകുമ്പോ നീ വിശ്വസിക്ക്, നിന്റെ കൂടെ ദൈവമുണ്ട്. നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല. നിന്റെ കൂടെ ദൈവമുണ്ട്. അപ്പൊ ഇത് കേട്ട ഉടനെ ഗിദെയോൻ കൈയടിച്ചൊന്നും പോയില്ല. ഗിദെയോൻ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്താ? പ്രൈസ് ദി ലോർഡ്. ഈ ഗിദെയോനെയും മറിയെയും ഒക്കെ എനിക്കുള്ള ഇഷ്ടം, ദൂത് കേട്ട് ഗ്ലോറിയും പറഞ്ഞ് വീട്ടിൽ പോയില്ല. മറിയ ചോദിച്ചു, ദൂത് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതെങ്ങനെ സംഭവിക്കുന്നേ? ഞാൻ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, പിന്നെ അതെങ്ങനെ സംഭവിക്കും? കാര്യങ്ങൾ സംസാരിക്കണം. ഹലോ, ദൈവം കൂടണമെന്ന് പാട്ട് കർത്താവ് ഉണ്ടല്ലോ, സന്തോഷം എന്ന് പറഞ്ഞ് പുള്ളി പോയില്ല. പുള്ളി പറഞ്ഞു, ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചേ? ഉണ്ടെങ്കിൽ എങ്ങനെയാ 7,000 കൂടെ ഒന്നിച്ചു പോയേ? ഉണ്ടെങ്കിൽ എങ്ങനെയാ ഒട്ടകം 3,000 ഒന്നിച്ചു പോയേ? ഉണ്ടെങ്കിൽ എങ്ങനെ 500 ആളെ ഒന്നിച്ച് ചത്തേ? ഉണ്ടെങ്കിൽ എങ്ങനെ 500 കഴുത ഒഴുകിപ്പോയേ? ഉണ്ടെങ്കിൽ എങ്ങനെ 10 പിള്ളേരുടെ ശവം കൊണ്ട വെച്ചേ? ഉണ്ടെങ്കിൽ എങ്ങനെ വീട് കത്തിയേ? ഉണ്ടെങ്കിൽ എങ്ങനെ വയല് കത്തിയേ? ഉണ്ടെങ്കിൽ എങ്ങനെ എൻ്റെ ദേഹം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞേ? ഹലോ, ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഉണ്ടായിട്ടെന്നാ ഞങ്ങൾക്ക് ഇങ്ങനെ? എല്ലാവരും എൻ്റെ കൂടെ ആണോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ദൈവവും മനുഷ്യനും പിശാചും ഭാര്യയും സ്നേഹിതരും സാക്ഷി പറഞ്ഞ ഒരാളെ ഉള്ളൂ, അത് ഇയ്യോബ. അല്ലേ ചാ? ഇവിടെ സഭക്കാർ സാക്ഷി പറയുന്ന പലരെക്കുറിച്ചും ഭാര്യയ്ക്ക് വലിയ സാക്ഷിയൊന്നുമില്ല. അതുകൊണ്ട് അവൻ്റെ അച്ചായന് മരിച്ചു കിടന്നപ്പോൾ വന്ന ഉപദേശി അച്ചാനെ കുറിച്ചെല്ലാം പറഞ്ഞേ കേട്ടപ്പോൾ അമ്മാമ്മ ചോദിച്ചത് ഞങ്ങളുടെ അച്ചാനെ കുറിച്ച് തന്നെയാണോ? പ്രൈസ് ദി ലോർഡ്. അപ്പം നാട്ടിൽ സാക്ഷിയുള്ള പലർക്കും വീട്ടിലെന്തില്ല, വീട്ടിലുള്ള പലർക്കും സഭയിലെന്തില്ല. പക്ഷെ എല്ലായിടത്തും സാക്ഷിയുള്ള മനുഷ്യൻ ആര്? ഇയ്യോബ്. ആ മനുഷ്യന് ഇതെല്ലാം കൂടെ പോയി. 3000 ഒട്ടകം എന്തിനാന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാതിരിക്കും. ഒരു വീട്ടിൽ 1-2 ഒട്ടകം പോരെ? 3000 ഒട്ടകം അന്നത്തെ പുള്ളിയുടെ KSRTC പോലുള്ള ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയാണ്. മനസ്സിലായോ? പുള്ളിക്ക്
30 ജില്ലയുണ്ട്. 30 ജില്ലയിൽ 100 ഒട്ടകം വെച്ചുള്ള 3000 ഒട്ടകം പുള്ളിയുടെ ട്രാൻസ്പോർട്ടാണ്. ഇനി ഒട്ടകത്തെ കാശില്ലാത്തവന്മാർക്ക് വേണ്ടി 500 കാള. 500 കാള എന്ന് പറഞ്ഞാൽ 1000 കാളയാണ്. ഇനി കാളവണ്ടിയെ കാശില്ലാത്തവന്മാർക്ക് വേണ്ടി 500 കഴുത എന്ന് പറഞ്ഞാൽ 52 സീറ്റുള്ള ബസ്, തൊട്ടുപുറകെ 17 സീറ്റുള്ള ടെമ്പോ ട്രാവല്, ഇത് രണ്ടുമില്ലാത്ത ഓട്ടോറിക്ഷ. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ കമ്പനിയുള്ള എല്ലാ ഓഫീസിലും പോയി കാശ് മേടിച്ച് വൈകിട്ട് എണ്ണുന്ന ആളായിരുന്നു ഇയ്യോബ്. അപ്പൊ തന്നെ പുള്ളി, നമ്മളൊക്കെയാണെങ്കിൽ ആകെപ്പാടെ ചില ലാക്ടോ കലാമിനോ ചില ഫെയർ ആൻഡ് ലവ്ലിയോ വല്ലപ്പോഴും പെട്ടുമ്പോൾ തന്നെ എന്തോ ഗമയാ, അത് പോകാതിരിക്കാൻ നമ്മൾ കൈയടിക്കാതിരിക്കും. എൻ്റെ പൊന്നു കൂടെ പറവേ, പുള്ളി കാല് കഴുകുന്ന വെണ്ണ കൊണ്ടാണ്. വെണ്ണെന്ന് പറഞ്ഞാൽ അറിയാമോ? പിള്ളേർ നെയ്യേ കണ്ടിട്ടുള്ളൂ, വെണ്ണ കണ്ട പിള്ളേരൊക്കെ വളരെ കുറവാണ്. കാരണം അത് വീട്ടിൽ ഉള്ളവർക്കേ അറിയത്തുള്ളൂ. നമ്മളിപ്പം ചീസ് മേടിച്ച് കഴിക്കുന്നതല്ലാതെ വെണ്ണ എന്നാ നമുക്കറിയത്തില്ല. ഒരല്ലേലിയെ പറഞ്ഞേ. അതിപ്പം പലയിടത്തും ഫോട്ടോ എടുക്കുന്നത് ചീസ് എന്ന് പറയുന്നതല്ലാതെ ചീസൊന്നും കഴിക്കുന്നൊന്നുമില്ല, ചിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇയ്യോബ് കാല് കഴുകുന്നത് എന്തോത്തിനകത്തായിരുന്നു? അതായിരുന്നു പുള്ളിയുടെ സൗന്ദര്യം. പുള്ളിയെ കാണുമ്പോൾ നാട്ടുകാർ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. പക്ഷെ പുള്ളിയുടെ രോഗം ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രോഗമാണ്. ഡയബറ്റിക് ആയിരുന്നു. അമ്മാമ്മ പറഞ്ഞാൽ ഞങ്ങളുടെ അങ്ങനത്തെ അച്ചായന് ഡയബറ്റിക്കാണ്. അതിനൊരു ഗമയുണ്ടല്ലോ. ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ ഞങ്ങളുടെ അച്ചായന് ഹാർട്ടാ. അതൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ഗമയില്ല. ഞങ്ങളുടെ അച്ഛന് ഹാർട്ടാണ്, 4 സ്റ്റെൻഡ് ഇട്ടേക്കാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ 5 ഏക്കർ തോട്ടമുള്ള പോലെ. ഹലോ, പ്രൈസ് ഹലോ. കൊളസ്ട്രോൾ ആണെന്നോ യൂറിക് ആസിഡ് ആണെന്നോ പ്രഷറാണെന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു സ്റ്റാൻഡേർഡാണ്. ഞങ്ങളുടെ അച്ഛന് ചൊറിയാന്നാരാ പറയുന്നത്? ഹലോ, അതുകൊണ്ടാണ് പുള്ളിക്കാരത്ത് ഈ രോഗ സ്റ്റാൻഡേർഡിൽ പറയാൻ വയ്യാത്തതുകൊണ്ടാണ് താനങ്ങ് ചാകാൻ പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടേ? അത് കാലിലോ വല്ലതും മുണ്ടിട്ട് മറയ്ക്കാം, കയ്യിലാണ് യൂബായിട്ട് മറയ്ക്കാം. ഇത് നിറുകൊട്ട് കാൽപാദം വരെ ചൊറിയ എന്നെ കൊണ്ട് മറയ്ക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് അമ്മാമ്മ കണ്ടുപിടിച്ച സൊല്യൂഷനാണ് അച്ഛൻ പോയി എന്ത് ചെയ്യേ, മിണ്ടുന്നില്ല. പുള്ളിക്കൊരു ആകെ ആശ്വാസം ചാരത്തിനകത്തിരിക്കുന്ന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, എടീ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിപ്പുണ്ട്. എനിക്കേ ഉള്ളടി ചൊറി, എൻ്റെ പിള്ളേരെ ചത്തുള്ളടി. പക്ഷേ എൻ്റെ വീണ്ടെടുപ്പുകാരൻ പറഞ്ഞേ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എടി, ചത്ത 10 പിള്ളേരെ വീണ്ടെടുക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. പോയ 3000 ഒട്ടകത്തെ വീണ്ടെടുക്കുന്ന ഒരുത്തൻ എനിക്കുണ്ട്. പോയ 7000 ആടിനെ വീണ്ടെടുക്കുന്ന ഒരുത്തൻ എനിക്കുണ്ട്. ഇന്ന് ദൂത് പറയുമ്പോൾ നിന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുക. ഏറ്റെടുക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവൂ. നിന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുക. ഓ ഹല്ലേലൂയ. ആരോടൊക്കെയോ ശക്തമായി ഇടപെടുകയാ. അപകരിക്കപ്പെട്ട ചിലത്, വഴുതിപ്പോയ ചിലത്, ഒഴുകിപ്പോയ ചിലത് സ്വർഗം വീണ്ടെടുത്തു തരാൻ പോകുകയാ. ജീസസ്, ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുമോ? പോയ ആരോഗ്യം വീണ്ടെടുക്കും, പോയ സാമ്പത്തികം വീണ്ടെടുക്കും. നിനക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഏതോ ഒരു മണ്ഡലത്തിൽ നിന്റെ 7000 14000 മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നിന്റെ 3000 6000 മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നിന്റെ കണ്ണിന് കാണത്തില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത മേഖലകളിൽ ഈ വീണ്ടെടുപ്പുകാരൻ ചിലതിനെയെല്ലാം ഇന്ന് പകൽക്കാലം മൾട്ടിപ്ലൈ ചെയ്യുകയാ. ഏറ്റെടുക്കുന്നവര് മാത്രം ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഹല്ലേലൂയ. ജീസസ്, ഓ രക്തത്താലേ ജയം, വചനത്താലേ ജയം, ആത്മാവിനാലേ ജയം. ആഴമായി ദൈവം ഇടപെടുകയോ.
ശിഖാരാബ. കൈ ഉയർത്തി ഒരല്ലേലിയ പറഞ്ഞു. എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. പുള്ളി ഒരു രാവിലെ നോക്കിയപ്പോള് നല്ല കൊഴുത്തും മെഴുത്ത 14,000 ആട് ലൈനായിട്ട് കയറി വരുന്നു. 6,000 ഒട്ടകം കയറി വരുന്നു. 1,000 പേർ കാള കയറി വരുന്നു. 1,000 പേർ കഴുത കയറി വരുന്നു. ഇതെല്ലാം വന്നപ്പോൾ പുള്ളി പറയാണ്, അവന് സകലവും കഴിയുമെന്നും അവൻ ഒരു കാര്യം അസാധ്യമല്ലെന്നും ഇപ്പോൾ ഞാൻ അറിയുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽ നിന്റെ അറിവ് വർദ്ധിക്കണം. അവൻ തിരിച്ച് നന്മ തരുമ്പോൾ നീ പറയണം, അല്ലെങ്കിൽ അവന് സകലവും കഴിയും. വിശ്വസിക്കുന്നവര് മാത്രമേ ദൈവത്തെ സ്തുതിക്കാവൂ. അവന് സകലവും കഴിയുമെന്ന് ഇന്ന് രാവിലെ ദൈവാത്മാവ് ഇടപെടുകയാ. അവന് സകലവും കഴിയും. ലൈവിലിരിക്കുന്ന ആരോടോ ദൈവം പറയുന്നു, ഒഴുകിപ്പോയ, വഴുതിപ്പോയ, ചിതറിപ്പോയ, ശൂന്യമാക്കപ്പെട്ട ചിലതിനെ ഇന്ന് പകൽ നിന്റെ കൂടാരത്തിലേക്ക് മടക്കി വരുത്തി നിന്റെ മുഖത്തെ ദൈവം ആദരിക്കാൻ പോകുകയാ. ഏറ്റെടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്നലകളിൽ അപകരിക്കപ്പെട്ട ചിലത്, ശത്രു അല്ലെ കൊള്ളയായി കൊണ്ടുപോയ ചിലത്, ഞാൻ ഈ ദൂത് പറയുമ്പോൾ വചനത്തിന്റെ ശക്തിയാൽ ദൈവം അതിനെ മടക്കി വരുത്തുകയാ. ഓ, അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. ദൈവാത്മാ പറഞ്ഞ പോലെ സംഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഒരാഴമായ വിടുതൽ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ, ദൈവത്തിന്റെ വാക്കുകൾ കേട്ട ഈ മനുഷ്യൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അതേടാ, എന്നാൽ ഞാൻ വീട്ടിൽ പോയി ഒരല്പം അപ്പവും 2 വടയും ഇച്ചിരി ചാറും എല്ലാം കൊണ്ടുവരാം, അത് കഴിച്ചിട്ടേ പോകാം. സ്തോത്രം. തമ്പുരാൻ പറഞ്ഞു, ഓക്കെ, നീ പോയി വരാൻ പറഞ്ഞു. വീട്ടിൽ ഉഴുന്നുവടയുടെ കടയൊന്നും ഇല്ലല്ലോ. ഹലോ, വീടിൻ്റെ തൊട്ടടുത്ത് ആര്യഭവൻ്റെ ഹോട്ടലും ഇല്ലല്ലോ. സ്തോത്രം. വീട്ടിൽ ചെന്ന് ഇത് ഉണ്ടാക്കണേ എന്നോ സമയം വരുമെന്ന് അമ്മമാർ നിശ്ചയിച്ചാൽ മതി. നല്ല 1-ാം തരം ആട്ടിറച്ചിക്കറി വെച്ചു. ആടിൻ്റെ തോലുരിഞ്ഞ് കളയാതെ മാറ്റി വെച്ചു. ആ ആടിൻ്റെ ഇറച്ചി നല്ല ചാറുള്ള കറിയാക്കി, വടയുണ്ടാക്കി. എല്ലാം കൂടെ ചുമ്മിക്കൊണ്ട് വരുന്നിടം വരെ ഈ കരുവേലത്തിൻ്റെ ചുവട്ടിൽ നിന്ന തമ്പുരാൻ, ഇവനോട് സംസാരിച്ച തമ്പുരാൻ ഒരു പാറയുടെ പുറത്ത് ഇങ്ങനെ നിൽക്കുക, മെനക്കെട്ട് നിൽക്കുക. എനിക്ക് ഒരു മനുഷ്യന് വേണ്ടി. നമ്മൾ 12:30 ആകുമ്പോൾ യോഗം നിർത്തി വീട്ടിൽ പോകാൻ പണി നിൽക്കുമ്പോൾ തമ്പുരാന് ധൃതിയില്ല. ഒരുത്തന് വേണ്ടി തമ്പുരാൻ നിൽക്കുക. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇവിടെ സ്വർഗത്തിൽ വേറെ പണിയൊന്നുമില്ലേ? ഇവന്റെ വട തിന്നാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ ഇവന് വേണ്ടി ദൈവം നിൽക്കുക. ഇവൻ പോയി എല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നവരെ അവിടെ നിന്നു. പാറ വെക്കാൻ പറഞ്ഞു, പാറ വെച്ചു. വടിയുടെ അറ്റം തൊട്ടു, കത്തി. അത് കഴിഞ്ഞുടനെ ദൈവം മറഞ്ഞു. എന്നാൽ ദൈവം പേടിച്ചു പോയി. എപ്പോഴാണ് ഇവൻ മനസ്സിലായത് നിന്നതാരാണ്? യഹോവയായ. അവനാകെ ഭയപ്പെട്ടു. അവൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ആ ഇറച്ചിക്കറി വെക്കാൻ വേണ്ടി അറുത്ത ആടിൻ്റെ തോൽ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ തോൽ ഇന്ന് എൻ്റെ കളത്തിലൊന്ന്, ഇന്നലെ കൊയ്ത ആ കളമുണ്ടല്ലോ, ഇന്നലകളിൽ ശത്രു അപകരിച്ച് ഇന്നലെ ഞാൻ കൊയ്ത ആ കളമുണ്ടല്ലോ, ആ കളത്തിൽ ഞാൻ അതൊന്ന് വിരിക്കുക. അതേ മാത്രം മഞ്ഞ് പെയ്യണം, പരിസരത്തെങ്ങും പെയ്യരുത്. അവൻ തോല് വിരിച്ച് രാവിലെ പോയപ്പോൾ വെറും കൈയോടെ പോയില്ല, അവനൊരു പാത്രം കൊണ്ടാണ് പോയേ. ചെന്നപ്പോൾ ഈ തോല് മാത്രം നനഞ്ഞ് അത് മൊത്തം പിഴിഞ്ഞെടുത്തു. അവൻ്റെ പ്രാർത്ഥനയിൽ പെയ്തിറങ്ങിയ ആ മഞ്ഞ് മറ്റൊരു പാത്രത്തിൽ പോകാതെ സ്വന്തം പാത്രത്തിൽ പിഴിഞ്ഞെടുത്തു. എനിക്ക് അവിടെ ഒക്കെ നിൽക്കണമെന്ന് സമയമില്ലല്ലോ. അവൻ പറഞ്ഞു, കർത്താവെ ക്ഷമിക്കണം, ഒരു കാര്യം കൂടെ, ഇന്ന് രാത്രി വീണ്ടും ഞാൻ ആ തോല് വിരിക്കുകയാണ്. തോല് നനയല്ല, പരിസരമെല്ലാം ഒന്ന് നനയണം. സ്തോത്രം. അത് കർത്താവ് കേട്ടു. തോല് നനഞ്ഞില്ല, പരിസരമെല്ലാം നനഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നീ ഒറ്റ ഒരുത്തനായി മിഥ്യാന്യരുടെ മേൽ ജയമെടുക്കാൻ പോകുകയാണ്. അപ്പോൾ അവൻ ജനത്തോടെ ഒരു ദൂത് പറഞ്ഞപ്പം ഒറ്റ ദിവസം കൊണ്ട് ഒരു മെഗാ ചർച്ച ഉണ്ടായി. 30,000 പേരുള്ള സഭ. സ്വതന്ത്രം പറഞ്ഞേ,
പത്രോസ് പോലും പ്രസംഗിച്ചപ്പോൾ 3000 പേരെ വന്നുള്ള വെച്ചാൽ, പക്ഷെ ഗിദെയോന്റെ പ്രസംഗത്തിൽ 32,000 പേര് വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് പറഞ്ഞു, മോനെ യുദ്ധത്തിന് കൊണ്ടാൻ കൊള്ളാവുന്നൊന്നുമില്ല. സമയം കഴിഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് ധൃതിയില്ലല്ലോ? ഉണ്ട്. അല്ല, ഷുഗറിന്റെ മരുന്ന് വല്ലതും കഴിക്കുന്നവരുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞ ഒരല്ലേ പറഞ്ഞേ. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ മനുഷ്യനോട് ദൈവം പറഞ്ഞു, ഈ കൂടെ വന്നേക്കുന്ന എല്ലാം കൊള്ളത്തില്ല, അതുകൊണ്ട് ഒരു മെസ്സേജ് പറയാൻ പറഞ്ഞു. മെസ്സേജ് ഇത്രയേ ഉള്ളൂ, ഭയവും ഭീരുത്വം ഉള്ളവനൊക്കെ ഗിലെയാദ് വിട്ടു പൊക്കോളാം. പറയാഞ്ഞിട്ടിരിക്കായിരുന്നു പോകാൻ. 22,000 പേര് വന്ന പോലെ പോയി. സ്തോത്രം. 10,000 പേര് ശേഷിച്ചു. കർത്താവ് പറഞ്ഞു അതും കൂടുതലാണ്, ഒന്നുകൂടെ പ്രസംഗിക്കാൻ പറഞ്ഞു. പുള്ളി ഒറ്റ പ്രസംഗം കൂടെ. നാ പോലെ നക്കി കുടിക്കുന്നവർ നിന്നിട്ട് ബാക്കിയെല്ലാം പറഞ്ഞു. പറഞ്ഞപ്പോൾ 9,700 പോയി. പിന്നെ എത്ര പേരുണ്ട്? കർത്താവ് പറഞ്ഞു ഇത് മതി, ഇത് മതി. നീ അവരെ 3 കൂട്ടമായി തിരിക്കണം. 3 കൂട്ടമായി തിരിക്കണം. എന്നിട്ട് അവരുടെ കയ്യിൽ ഓരോ മൺകുടം കൊടുക്കണം. കുടത്തിനകത്തൊരു പന്തം കൊടുക്കണം. കയ്യിലൊരു കാഹളവും കൊടുക്കണം. എന്നിട്ട് നീ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം നിവർത്തിക്കപ്പെടുമെന്നറിയാൻ നീ ഇന്ന് രാത്രി ഒരാളെ കൂട്ടിക്കൊണ്ട് മിഥ്യാന്യ പാളയത്തിലോട്ട് പോകണം. പാളയത്തിൽ ചെല്ലുമ്പോൾ അതിനകത്ത് അവർ കണ്ടൊരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അവർ തന്നെ പറയുന്നത് നീ കേൾക്കും. ശ്രദ്ധിച്ച് കേൾക്കാൻ പറഞ്ഞു. ഇവനെയും കൂട്ടിക്കൊണ്ട് ഈ പാളയത്തിൽ ചെന്നപ്പോൾ അകത്ത് ഭയങ്കര സ്വപ്ന വ്യാഖ്യാനം. ഒരു യവത്തപ്പം ഉരുണ്ട് വരുന്നു. അത് വന്ന് മിഥ്യാന്യ പാളയത്തെ ഇടിക്കുന്നു. ഇടികൊണ്ട് പാളയം തകരുന്നു. പാളയത്തിനകത്തുള്ളവരെല്ലാം കൂടെ പരക്കം പായുന്നു. ഇത് കേട്ടപ്പോൾ അകത്തിരുന്ന സ്വപ്നം പറയുന്നതുകൊണ്ട് പറയാണ്, ഇത് സെരുബാബേലിന്റെ മകനായ ഗിദെയോന്റെ കൈ അല്ലാതെ മറ്റൊന്നും. സ്തോത്രം. ഇത് കേട്ടപ്പോൾ ഗിദെയോന് ധൈര്യമായി. ശത്രുവിന്റെ വായിൽ ഭക്തന്റെ പുകഴ്ച വന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇടപെട്ടാടത്തെ കാര്യം നിങ്ങൾ അറിഞ്ഞോണം. അവിടെ ഇച്ചിരി നേരം നിൽക്കണ്ട, ഞാൻ നിർത്തുക. ഇവൻ പോയി 300 പേരെയും കൊണ്ട് വന്ന് പറഞ്ഞു 3 ഇടത്തായി നിൽക്കണം. ഞാൻ പറയുമ്പോൾ ഒന്നിച്ച് മൺകുട ഉടയ്ക്കണം, ഒന്നിച്ച് പന്തം കത്തിക്കണം, ഒന്നിച്ച് കാഹളം ഊതണം. അല്ലാതെ അല്ലരിയ പറയുമ്പോൾ മിന്നൊരു അപ്പച്ചനും അല്ലരിയായും പുറൊരു അമ്മാമ്മ അല്ലരിയ ഇടയ്ക്ക് ഒരു കൊച്ചു അല്ലരിയ പറയുന്നത് അങ്ങനല്ല. ഒന്നിച്ച് കാഹളം ഊതണം. മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നോക്കിയ വിജയം വേണമെങ്കിൽ എന്ത് ചെയ്യണം? സ്തോത്രം പറയുവാണെങ്കിൽ ഒന്നിച്ച് പറയണം. ഹല്ലേലൂയ പറയുവാണെങ്കിൽ ഒന്നിച്ച് പറയണം. ആരാധിക്കുകയാണെങ്കിൽ ഒന്നിച്ച് ആരാധിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഒന്നിച്ച് കാഹളമൂതി, ഒന്നിച്ച് മൺകുടമുടഞ്ഞു, ഒന്നിച്ച് പന്തം കത്തി. പെട്ടെന്ന് അവർ പറഞ്ഞു യഹോവയ്ക്കും ഗിദെയോനും വാള് എന്ന് പറയുകയും ഈ ഇവന്മാരെല്ലാം കൂടെ ഒറ്റ പരക്കം പാച്ചില്ല. സ്തോത്രം. മിഥ്യാന്യര് പരക്കം പാഞ്ഞു. അവൻ കഴിഞ്ഞ വർഷങ്ങളിൽ അപകരിച്ചത് മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് തിരിച്ചു കിട്ടി. സ്തോത്രം പറയണം. ഇന്ന് പകൽ ശത്രുവിൻ്റെ കൂടാരത്തിൽ ഭീതി പരത്തുന്ന, ഭയമുളവാക്കുന്ന, നിനക്കെതിരെ താവളം അടിച്ച ചില മണ്ഡലങ്ങളിൽ നിന്ന്, അത് കമ്പനി ആകട്ടെ, ഓഫീസാകട്ടെ, നിന്റെ ഭവനമാകട്ടെ, നിന്റെ സ്ഥാപനമാകട്ടെ, എവിടെയുമാകട്ടെ, എതിരായി പാളയം അടിച്ച ചില മണ്ഡലങ്ങൾ ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരക്കം പായുന്നത് പോലെ, കൂടാരം വിട്ടോടുന്നത് പോലെ, ചില താവളങ്ങൾ പൊളിയുന്നത് പോലെ ഏറ്റെടുക്കുന്നവരെല്ലാം ദൈവത്തെ ആരാധിക്കട്ടെ. നിനക്ക് ആത്മീയത്തിൽ മുന്നേറാൻ കഴിയാതെ സഭയ്ക്കെതിരെ താവളമടിച്ച, ശുശ്രൂഷയ്ക്കെതിരെ താവളമടിച്ച ചില പോരുകൾ ചിതറുകയോ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാരാധിക്കുമല്ലോ. എല്ലാരും പറഞ്ഞേ വെളിപ്പെടുന്ന ദൈവം. കേട്ടില്ല? ഇന്ന് പകൽ ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി അവൻ വെളിപ്പെടാൻ പോകുകയാ. എത്ര പേര് ആഴമായി വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിനക്കെതിരെ പാളയമടിച്ച് കിടക്കുന്ന ചില പൈശാചിക പടകൾക്ക് നേരെ, ചില അന്യാരാധന പോരുകൾക്ക് നേരെ, ചില ആഭിചാര ബന്ധനങ്ങൾക്ക് നേരെ ഇന്ന് പകൽക്കാലം ദൈവം വെളിപ്പെടുകയോ.
ഓ, ഏറ്റെടുക്കുന്നവരെല്ലാം ഒരു നിമിഷം ദൈവത്തെ ഒന്നിച്ച് ആരാധിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ റബല ശബ്ദ ശൈഡ ഹല്ലേലൂയ. എല്ലാ കരവും അടിച്ച് എല്ലാ അധരങ്ങൾ തുറന്ന് ഒരുമിച്ച് അല്പനിമിഷങ്ങൾ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാരാധിക്കുമല്ലോ. ജയം 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 ജയം. രമന രഗദ രഗജ റൗഡ റിബലെ ഹർത്തെ മനഹേ ജൂഡപരംദര ജാലക രഗദര വൈഡമനാധുര ഭക്ഷക റിബബ. ഹല്ലേലൂയ. അഴിയട്ടെ അഴിയട്ടെ. നിനക്ക് വിരോധമായുള്ള പാളയങ്ങൾ പൊളിയട്ടെ. ഓ, ഇന്ന് മുതൽ ചില പരക്കമ്പാച്ചിലികൾ പ്രാണഭയത്തിൽ ഓടുന്നത് പോലെ ചില പോരുകൾ ഓടി അകലുകയോ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ നിയോഗമുണ്ട്. ഞാൻ ടിക്കറ്റ് കിട്ടുമായിരുന്നെങ്കിൽ ഇന്ന് വെളുപ്പിനെ പോയേനെ. പക്ഷേ എൻ്റെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാണ് വെളുപ്പിനെ 5 മണിക്കുള്ള ഫ്ലൈറ്റ് ആരംഭിച്ച കാര്യം അറിയുന്നത്. എന്നെ ഇവിടെ നിർത്തിയത് കൊണ്ട് ഇന്ന് പകൽ എൻ്റെ ചർച്ചിൽ പാസ്റ്റർ PG മാത്യു സാറിനെ ആക്കേണ്ടി വന്നു. ഇന്ന് വൈകിട്ട് കൊട്ടാരക്കരയിലെ കൺവെൻഷനെ പോകാൻ കഴിയത്തില്ല. പക്ഷെ നിർത്തിയതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹോ, ഹല്ലേലൂയ. ഒന്നും വെറുതെ സംഭവിക്കുന്നില്ല. എല്ലാത്തിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്നലെ പാടാൻ വന്ന മോൻ പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യമായിട്ട് ഒരു ടിക്കറ്റ് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു, വേണ്ട, ദൈവത്തിന് എന്തോ ഒന്ന് ഈ പട്ടണത്തിൽ ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ തലമുറയിൽ, എൻ്റെ ജോലി സ്ഥാപനത്തിൽ, എൻ്റെ കുഞ്ഞായിരിക്കുന്ന പട്ടണത്തിൽ, എൻ്റെ കുഞ്ഞ് ജോലി ചെയ്യുന്ന സ്ഥലത്ത്, എൻ്റെ കുഞ്ഞ് പോയിരിക്കുന്ന രാജ്യത്ത്, എൻ്റെ കുഞ്ഞ് ഹല്ലേലൂയ പഠിക്കുന്ന കോളേജിൽ ഇന്ന് പകൽ ദൂതൻ ഇറങ്ങുമെന്ന്, അല്ലി എൻ്റെ പ്രശ്നത്തിന് മുമ്പിൽ ദൂതൻ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഒന്ന് നന്നായി ദൈവത്തെ ആരാധിച്ച് അത്ഭുതകരമായ അസാധാരണമായ ഒരു വലിയ വിടുതൽ ഇന്ന് പകൽ യേശു ചെയ്യുകയാ. ഓ ജീസസ്. Arturabala regal kanabala shandal pramanadara. Hallelujah. Hallelujah. Yes, yes, yes. Oh. Dara dara jala dhira dara dhira dara dhira dara. വേദികാര യോധരാല വശയാല രീപപക്ഷ സംഭവേദികാരകൾക്ക് രാജരഗത ഉദഗമനക ജഗജാല രക്ഷമാന ധീരജാല ധൂടരഗത രൗഡവേര. ഓ ഹല്ലേലൂയ. ചില രോഗങ്ങൾ വിട്ടുമാറുകയാ, ചില ശാപങ്ങൾ വിട്ടുമാറുകയാ, ചില പ്രതികൂലങ്ങൾ ഓടിമറയുകയാ, ചില ശൂന്യതകൾ അഴിയുകയാ. യേശുവിന്റെ നാമത്തിൽ ചില വഴികൾ ഓപ്പൺ ആവുകയോ. അപ്പാ ജയം. ഹല്ലേലൂയ. 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 ദിഗാരഗാരഗദമച്ചജാലരഗദരൗഡവാദരംബവാദിഗാരകൾ തീരമനഗരഗദജാല വൈഡവേദരൗഷജാല ജുബരബലഗരഗദരൗഡരീപമാന അർത്തുരേദികാരപക്ഷ സൈഡമാന വൗഷവേദരിബലബലബരഗദരൗഡരീപമാവ. ജയം 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 ജയം. പ്രായത്തെ കവിയുന്ന ഒരു അഭിഷേകം. ഓ ഹല്ലേലൂയ. ഒരു പുത്തൻ കൃപയുടെ നിയോഗം. ഹല്ലേലൂയ. ഒരു പുതിയ വെളിപ്പാടിന്റെ നിയോഗം. യെസ്.
ചുടകൽ കമന ബല 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 ബൽ സന്ദുരമന ബല ബല ബൽ സൈഡമന ബൗഷ സന്ദരാദര ധിരാ ബാബാ ബാബാ ബാബാ. എല്ലാവരും ഒന്ന് സമർപ്പിച്ച് ആരാധിച്ച് വലിയ വിടുതൽ നടക്കുകയാണ്. ഹല്ലേലൂയ. യെസ് യെസ് യെസ്. ചൂട ബല ബല ബരിക ബല 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 തുട ബല 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 വൈഡ ബല ബല ബദിരമന ബല ബൽ അർത്തുരമന ഗര ഗദര ദര ജഗര ഗദര വൈഡ ഗധീബര ബല ബൽ. ഹല്ലേലൂയ. ശികൽ കമന ബല ബൽ. യെസ്. ഒരു നിമിഷം ദൈവസന്നിധാനം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ.